ഞാനാണ് നിങ്ങളുടെ സ്വന്തം സൂപ്പർ അപ്പു. അപ്പോൾ നമ്മൾ ഇന്നൊരു മാഗിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യമായിട്ട് നമ്മുടെ സ്വന്തം അക്ഷി, പിന്നെ നമ്മുടെ സ്വന്തം ആയിഷ്, പിന്നെ നമ്മുടെ കമ്മൻ, പിന്നെ നമ്മുടെ സ്വന്തം മിന്നു. അപ്പോൾ നമുക്കിന്ന് ആദ്യം ഒരു കമ്മൻ്റെ ഒരു പാട്ട് കേൾക്കാം ഗൈസ്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരനെ മറന്നുപോയി. നമ്മുടെ ഇന്നലെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ ദേവൂട്ടൻ. അപ്പൊ നമുക്ക് അവനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തേക്കാം. ഇതാണ് നമ്മുടെ സ്വന്തം ദേവൂട്ടൻ. ഗൈസ്, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം അടുപ്പ് കത്തിക്കാം. അപ്പൊ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി മുട്ട പൊരിക്കാം. അതിനായിട്ട് നമുക്ക് പാത്രം വെക്കാം. നല്ല മഴയാണ്, നമ്മൾ വിരി വലിച്ചു വിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചിരട്ടയും തൊണ്ടും എല്ലാം വിട്ട് നല്ലപോലെ കത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ആദ്യം മുട്ട പൊരിക്കാം, എന്നിട്ട് നമുക്ക് ഇപ്പി വെച്ച് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പാൻ വെക്കാം, എന്നിട്ട് നമുക്ക് മുട്ട പൊരിച്ച് വെച്ച് റെഡിയാക്കാം. അപ്പോൾ നമുക്ക് എണ്ണ തേക്കാം. ചട്ടി വെച്ചിട്ടുണ്ട്, ഇനി നമുക്ക് എണ്ണ തേക്കാം. നമ്മൾ മുട്ട പൊടിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം മുട്ട ഒഴിച്ചു കൊടുക്കാം. പുറത്തേക്കുണ്ട്. ഇനി നമുക്ക് പാത്രം വെച്ച് മാഗി ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് മുട്ട അതിനകത്തോട് ചെയ്യണം. ഇനി മുട്ട നമുക്ക് മാറ്റി വെക്കണ്ടാവും. അപ്പം നമ്മളിനി മാഗി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ചൂടാവുന്നിട്ട് നമുക്ക് മാഗി ചെയ്യാം. അപ്പോൾ നമ്മൾ പൊടി ഇടാൻ പോവാണ്. മാഗി ഇടാൻ പോകുന്നു. നമുക്ക് ക്യാപ്സിക്കം അരിയാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അകത്തെ സാധനം കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് മാഗി ഉണ്ടാക്കാം. നമുക്ക് ഏറ്റവും കുഞ്ഞതായിട്ട് പോലെ അരിയാവേ. നമ്മള് ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇവിടെ ഇടാം. അപ്പൊ നന്നായിട്ട് കളർഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ക്യാപ്സിക്കം ഒന്ന് വെന്ത് വറ്റാം. അപ്പൊ നമുക്ക് ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട നേരത്തെ വെച്ച മുട്ട നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നാൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഹോട്ടലിലെ ഷെഫാണിത്. അപ്പൊ ഷെഫിനെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ആയി പെർഫെക്റ്റ് ആണ്. നല്ല കുക്ക് ചെയ്യുന്ന നല്ല ഒരു ഫുഡാണ്. നല്ല 100% പെർഫെക്റ്റ് ആണ്. അവന്റെ ആ ഒരു കലയെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കും. താങ്ക് യു. നമ്മുടെ ഇത്ര ആരാധിച്ചായതിന് താങ്ക് യു. അപ്പൊ നമുക്ക് ഇത്തിരി സോസ് വെക്കാം. അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് റെഡി ആയിട്ട്
ആയിട്ടുണ്ട്. നമുക്കിനി ഈ തീയെല്ലാം ഒന്ന് മാറ്റാം. ഗൈസ്, അപ്പൊ നമുക്ക് സാധനം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അതിപ്പോ ഒരു അച്ഛനുണ്ട്, ഇപ്പൊ നമുക്ക് ആ അച്ഛന് കൊടുക്കാം. അപ്പൊ നമുക്ക് അവർക്ക് കൊടുക്കാം. വെരി ടേസ്റ്റിയാണ്, വെരി ടേസ്റ്റി ആയിട്ട് കൊച്ചു ഒരു 5 വയസ്സുള്ള 7 വയസ്സുള്ള മോൻ ഉണ്ടാക്കിയാണ്. അവന്റെ ഫാമിലി ലൈഫ് കൊടുക്കുമ്പോൾ റിക്വസ്റ്റ് ആണ്. അവന്റെ ലൈഫ് ഉണ്ട്, നല്ല കാണാനായിട്ട് നല്ല ചെറിയ ഫാമിലിയാണ് അവൻ. അങ്ങനെ തന്നെ ഇത്ര ഈ കൊച്ചു പ്രായത്തിൽ ഇതേപോലെ സാധനം ഉണ്ടാക്കി തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ നാട്ടുകാരെ ഇത് ഉണ്ടാക്കാൻ പറ്റിയതിൽ ഏറ്റവും തീർച്ചയായും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ല ഈ പിള്ളേർക്ക് ഒരു ഓരോ കാര്യം അവരൊക്കെ ചെഫായിരിക്കാം, കുക്കായിരിക്കാം, പക്ഷെ എങ്കിൽ തന്നെയും ആയിരിക്കാം. പക്ഷെ അവനിപ്പോ 5-6 വയസ്സേ ഉള്ളൂ. അവൻ നല്ല സ്റ്റാറാണ്. പക്ഷെ എല്ലാ ഈ 11 സ്പോർട്സിലും എല്ലാം കളിക്കുന്ന ടീമാണ്. പക്ഷെ ഏതിലും സ്കൂളിലും എല്ലാ ഏറ്റവും നിൽക്കുന്ന ടീമാണ്. അവനെ നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ നമ്മുടെ ഒരു ചൂണ്ടിടുന്ന ഒരു അമ്മ ഇവിടെ ഇപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ആയതുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. സൂപ്പർ, അടിപൊളി.